ഫൈനലിൽ ട്രെല്ലർ പോരിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. മിന്നും വിജയം. മിന്നും വിജയമാണോ? കണ്ടവർക്കറിയാം അതൊരു മിന്നും വിജയമാണോ. എൻ്റെ കിളിപ്പോയ ഒരു കളി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഇന്ത്യ ഇത്രയും സ്കോർ അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഇംഗ്ലണ്ട് ഒരു 120 130 പോകുമെന്ന് ഞാൻ കരുതി. പക്ഷേ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. സൂര്യകുമാറിൻ്റെ ക്യാപ്റ്റൻസിയോട് എനിക്ക് അത്ര ഈ ഒരു കളിയിലൂടെ അത്ര സെറ്റായിട്ട് തോന്നിയില്ല, ഒട്ടും തോന്നിയില്ലായിരുന്നു. ആ ചക്രവർത്തിയെ കൊണ്ടെറിയിപ്പിക്കുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു പിന്നെ വേറെ പണിയൊന്നുമില്ല, ആ രീതി വിചാരിച്ചു പോയി. അതേ സമയത്ത് ഡുബെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഗുണമുണ്ടായേനെന്ന് എനിക്ക് തോന്നിപ്പോയി. ലാസ്റ്റ് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആർച്ചർ കയറി പഞ്ഞിക്കിടാൻ ചാൻസ് ഉണ്ടത്. 3 ബോളിന് 3 6 അടിച്ചു. എന്തായാലും നമുക്ക് കളിയുടെ കാര്യത്തിലോട്ടൊക്കെ പോകാം. എൻ്റെ പൊന്ന് ബ്രൂക്കെ, സഞ്ജുവിൻ്റെ ക്യാച്ച് കളഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ചെക്കനില്ലായിരുന്നെങ്കിൽ പെട്ടുപോയേനെ, ആ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഇവിടെ കളിയുടെ ടേണിംഗ് പോയിന്റ് കൊണ്ടുവന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അക്ഷർ പട്ടേലാണ്. ആ ഒരു ക്യാച്ച് ഉണ്ടല്ലോ എൻ്റെ മക്കളെ, അതാണ് കളിയുടെ ടേണിംഗ് പോയിന്റ്. ഞാൻ അങ്ങനെ പറയും, മറ്റുള്ളവരെ എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അതുപോലത്തെ ഒരു കളി എന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു കളി. ഇതിപ്പം മിന്നും വിജയം എന്നൊക്കെ പറയുമ്പോഴേ. പിന്നെ മാൻ ഓഫ് ദി മാച്ചിന് നമ്മുടെ സഞ്ജുവിനെ വിളിച്ചപ്പോൾ സഞ്ജു പറഞ്ഞു കേട്ടില്ലേ, അതിന് യോഗ്യത മറ്റാർക്കുമല്ല നമ്മുടെ ബൂംറയ്ക്കാണെന്നുള്ള രീതിയിലാണ്. സത്യമാണ്, അദ്ദേഹത്തിൻ്റെ ബോളിംഗ് കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ. അദ്ദേഹം പിടിച്ചെറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പക്കയായി, പിടിച്ചെറിഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ സഞ്ജുവിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് മേടിക്കാൻ സഞ്ജു അവിടെ കാണത്തില്ല സത്യം പറഞ്ഞാൽ. കാരണം അദ്ദേഹത്തിൻ്റെ ഈ പറയുന്നവന് ഹർഷദീപിൻ്റെ ബോളിങ് വേറെ ലെവല്. ഞാനങ്ങ് ടെൻഷൻ അടിച്ചു പോയൊരു കളി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. എന്തോ കളിയായിരുന്നത്. ഇതാണ് കളി. ഒരു T20 മാച്ച് എന്ന് പറഞ്ഞാൽ അതുപോലെ ആയിരുന്നു. ആദ്യം ഇംഗ്ലണ്ട് കുറച്ച് വിക്കറ്റും കാര്യങ്ങളൊക്കെ പോകുന്നു, ഇതേ കിടക്കുന്നു, പിന്നെ ഷടപടാന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങുന്നു. കിളിപ്പോയെന്ന് പറഞ്ഞാൽ കിളിപ്പോയി. പിന്നെ അതുപോലെ തന്നെ തിലക് വർമ്മ പുള്ളിൻ്റെ ഒരു ക്യാച്ച് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓരോ 3 6 അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ചിനം കളികളായിരുന്നു എന്തായാലും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച്. തുടക്കത്തെ ആ ബട്ട്ലറും ആ സാൾട്ടും ഒക്കെ അടിച്ചായിരുന്നെങ്കിൽ, ആ ബ്രൂക്കും ഒക്കെ അടിച്ചായിരുന്നെങ്കിൽ സെറ്റായനെ. പിന്നെ സെഞ്ചുറി അടിച്ച പയ്യന് 22 വയസ്സേ ഉള്ളൂ. ബെത്തല് 22 വയസ്സേ ഉള്ളൂ. അവനെ അടിച്ചടി. ഞാനാ അങ്ങോട്ട് കയറി ചക്രവർത്തിയെ 3 എണ്ണം കാഴ്ചപ്പോഴത്തേക്ക് എൻ്റെ കളി പോയി. അപ്പോഴും ഓരോരുത്തർ പറയുന്നു വിക്കറ്റ് പോകും. നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പറയാം വിക്കറ്റ് പോകും മോനെ, വിക്കറ്റ് പോകും, പേടിക്കണ്ട. എവിടെ പോകുന്നു? 13 ഓവർ 160 170 ഒക്കെ. ഓക്കെ, എന്തായാലും നമുക്ക് ന്യൂസ് ഒന്ന് കേൾക്കാം. സഞ്ജു, നമ്മൾ മലയാളികൾക്ക് അഭിമാനം, അതുപോലത്തെ. പിന്നെ അഭിഷേക് ശർമ്മ, ഞാൻ പറയാം അവനെയൊക്കെ എന്തിനാണോ എടുത്തു വെച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാറായി ചേരുന്നുണ്ട്. അനിൽ, ആവേശകരമായ ഒരു മത്സരത്തിനാണ് വാങ്കഡെ സാക്ഷ്യം വഹിച്ചത്. പക്ഷെ അപ്പോഴും അവസാന നിമിഷത്തിൽ ഒരു നെഞ്ചിരിപ്പുണ്ടായിരുന്നു. തീർച്ചയായും ഒരു ആവേശ പോരാട്ടം, ത്രില്ലർ പോരാട്ടം. അതിലാണ് ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യ തുടർച്ചയായ 2ാം T20 ലോകകപ്പിലും ഫൈനലിലേക്ക് മുന്നേറിയത്. ഒരുപക്ഷെ ഇന്ത്യ അനായാസം ജയിക്കുമെന്ന് കരുതിയ മത്സരത്തിൽ ഇംഗ്ലണ്ട് ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. വമ്പൻ പോരാട്ടം, ഒരുപക്ഷെ ഒരു ഹിസ്റ്റോറിക്കൽ ചേസ് തന്നെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ നിർണായക ഘട്ടങ്ങളിൽ ചില വിക്കറ്റ് എടുത്തു. ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറയുടെ 18ാം ഓവറിന്റെ തകർപ്പൻ പ്രകടനം, ഇതൊക്കെ തന്നെയാണ് ഇന്ത്യക്ക് ഒരു ജയം സമ്മാനിച്ചത്. 254 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് എടുത്ത ഇംഗ്ലണ്ടിന്റെ പോരാട്ടം 7 വിക്കറ്റിന് 246 അവസാനിച്ചു. അവരെ സഹായിച്ചത് ജേക്കബ് ബെത്തലിന്റെ ഒറ്റയാൾ പോരാട്ടമാണ്. 48 പന്തിൽ 105 റൺസ് എടുത്ത ജേക്കബ് ബെത്തൽ അവസാനം വരെ പോരാടിയെങ്കിലും ഒടുവിൽ അവസാന ഓവറിൽ റൺഔട്ട് ആയതോടുകൂടിയാണ് കീഴടങ്ങൽ ഉണ്ടായത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോരാട്ടം തന്നെയാണ് ഇന്ത്യക്ക് കാഴ്ചവെക്കേണ്ടി വന്നത്. ഒരുപക്ഷെ അനായാസമായി ജയിക്കുമെന്ന് കരുതിയ കളി, അതും 253 എന്ന കൂറ്റൻ 254 എന്ന കൂറ്റൻ വിജയലക്ഷ്യം കുറിച്ചതോടുകൂടി ഇന്ത്യ വമ്പൻ ജയം തന്നെയാണ് വാങ്കഡയിൽ മോഹിച്ചത്. പക്ഷേ അതുണ്ടായില്ല. ഇവിടെ ഓവർ കോൺഫിഡൻസ് സാം കരൺ ആയിരുന്നു. അവൻ പെതുക്കെ നിന്ന് മറ്റവന് കൊടുത്തുകൊണ്ടിരുന്നാണ് ഈ കുഴപ്പമായത്. സാം അവന് പ്രസ് മീറ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ തോപ്പിച്ചാണെന്നുള്ള രീതിയിലാണ്. ആ ഒരു ക്യാച്ച് തിലകെടുത്തില്ലായിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു പുള്ളിയേക്കാളും നേരത്തെ ഇറക്കി വിടേണ്ട ആർച്ചറിനായിരുന്നു. പുള്ളി ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് ആർച്ചർ, പക്കയായിട്ട് ചെയ്യും. അത് IPL അവൻ്റെ കളി കണ്ടവർക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, ആ ടീമിന്
അവനെ വിടാതെ കരനെ ഇറക്കി വിട്ട് ലാസ്റ്റ് കണ്ടില്ലേ ആർച്ചർ ഇങ്ങോട്ട് വന്നിട്ട് 4 ബോളെ 19 3 6 അടിപ്പിച്ച്. സമ്മതിക്കണം കേട്ടോ, ഇന്നത്തെ കളി ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പിന്നെ ഇഷാൻ കിഷാൻ ചെക്കൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരു 4 4 2 6 അങ്ങ് അടിച്ച് ഇഷാന്റെ വക വെടിച്ചലും 2 പോകും. പിന്നെ അതുപോലെ തന്നെ ഡുബെ 25 ബോളെ 43 4 6. അദ്ദേഹം ലാസ്റ്റ് 3 6 കൊടുത്തിട്ടുണ്ടെങ്കിലും കോൺഫിഡൻസ് ഉണ്ടായത് ഇന്ത്യ ജയിക്കുമെന്നുള്ള രീതിയിലാണ്. പുള്ളിയും കൊള്ളായിരുന്നു. കാരണം ആ റണ്ണൗട്ട് പിന്നെ ഹാർദിക് പാണ്ഡ്യയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ, മറ്റുള്ളവരും പോയാലും പുള്ളിക്ക് പുള്ളിയുടെ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ആറ്റിറ്റ്യൂഡ്, ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ്, ഒരു 4 അടിച്ചിട്ട് ഒരു നിപ്പുണ്ട്, അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷേ കൂടുള്ള ആൾക്കാരെ പുള്ളി ബലിയാടാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഓക്കെ. പിന്നെ തിലക് വർമ്മ ആണെങ്കിലും അക്സർ പട്ടേലിൻ്റെ ആ ഒരു ക്യാച്ച് ഒരു ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ചക്രവർത്തി ശരിക്കും നെഞ്ചിടിപ്പിച്ച് കളഞ്ഞു. പിന്നെ അഭിഷേക് ശർമ്മ എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഫൈനലിൽ കളിപ്പിക്കുമായിരിക്കും ആ ഒരു മുതലിനെ. ഇപ്പോഴത്തെ ടീം കൊള്ളാം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ 250 70 ഒക്കെ ചേസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഇതുപോലത്തെ ടീമാണ്, ഇതുപോലത്തെ ബോളറാണ് നമുക്കുള്ളത്. ഇന്നത്തെ കളിയുടെ മനസ്സിലായല്ലോ. അപ്പോൾ ഒരു കുറഞ്ഞൊരു സ്കോർ ആകുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. വരുൺ ചക്രവർത്തിയെ മാറ്റിയിട്ട് കുലദീപിനെ എടുക്കണമെന്നൊരു ഇത് തോന്നുന്നുണ്ട്. എൻ്റെ ഒരു മനസ്സ് പറയുന്നത് അങ്ങനെയാണ്. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം. അതിനപ്പുറം ഇംഗ്ലണ്ടിന്റെ വലിയ പോരാട്ടത്തോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. ഒരുപക്ഷെ ഇന്ത്യ ഈ മത്സരം തോൽക്കേക്കാം എന്നുള്ള ആശങ്കയുടേതായിരുന്നു അവസാന നിമിഷം വരെ. പക്ഷേ ജസ്പ്രീത് ബുംറ എന്തുകൊണ്ട് ലോകത്തെ നമ്പർ 1 ബൗളർ എന്ന്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച ബൗളർ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നതിന്റെ ഉത്തരമായിരുന്നു നമ്മൾ ആ 18ാം ഓവറിൽ കണ്ടത്. ഒരുപക്ഷെ ഇംഗ്ലണ്ട് അനായാസം ജയത്തിലേക്കൊക്കെ തന്നെ നീങ്ങുന്ന ആ ഘട്ടത്തിൽ ജസ്പ്രീത് ബുംറ 18ാം ഓവറിൽ വെറും വിട്ടുകൊടുത്തത് വെറും 6 റൺസാണ്. അതിനോടുകൂടിയാണ് ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു വന്നത്. തൊട്ടടുത്ത ഓവറിൽ ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനവും മികച്ചതായിരുന്നു. ഒടുവിൽ ഈ അവസാന ഓവറിൽ 20-ലധികം റൺസ് വിട്ടുകൊടുത്തിട്ട് പോലും, ശിവൻ ദുബെ വിട്ടുകൊടുത്തിട്ട് പോലും ഇന്ത്യ അങ്ങനെ ജയത്തിലേക്ക് നടന്നു കയറുകയാണ്. അതോടുകൂടി ഇന്ത്യ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ കിവീസിനെ നേരിടാൻ യോഗ്യത നേടുകയും ചെയ്തു. ഇതേവരെ ഹോം ഗ്രൗണ്ടിൽ ഒരു ടീമും ലോകകപ്പ് നേടിയിട്ടില്ല. ഒപ്പം തന്നെ ഒരു ടീമും 3 കിരീടങ്ങളും നേടിയിട്ടില്ല. അങ്ങനെ ഒരു വലിയ ചരിത്ര നേട്ടമാണ് ഇന്ത്യക്ക്. ഇനി ഒരു മത്സരം മാത്രം അകലെ കാത്തിരിക്കുന്നത്. ആ മത്സരത്തിൽ കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് 3ാം കിരീടം കിട്ടും. ഇന്ത്യൻ ബാറ്റിംഗിലേക്ക് വന്നാൽ സഞ്ജു സാംസന്റെ തുടർച്ചയായ 2ാം മത്സരത്തിലെയും വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം, അർദ്ധ സെഞ്ചുറി പ്രകടനത്തിന്റെ കരുത്തിലാണ് ഇന്ത്യ 7 വിക്കറ്റിന് 253 റൺസ് എടുത്തത്. സഞ്ജു 42 പന്തിൽ 89 റൺസാണ് അടിച്ചത്. ഒപ്പം തന്നെ ശിവൻ ദുബെയും ഇഷാൻ കിഷനും ഒക്കെ തന്നെ പൊരുതിയതോടുകൂടിയാണ് ഇന്ത്യക്ക് ആ വമ്പൻ സ്കോർ ലഭിച്ചത്. പക്ഷേ സഞ്ജുവിന്റെ ആ ഒരു ക്യാച്ച് ബ്രോക്ക് കളഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ പൊണ്ണി ഇന്ത്യ പെട്ടുപോയാനെ. സഞ്ജു എന്താ പറയുന്നത്, ഒരു ടെൻഷനും ഇല്ലാതെ വന്നങ്ങ് അറ്റാക്ക് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ കിഷാനും അതുപോലെ തന്നെ രണ്ടുപേരുടെ ആ തുടക്കത്തെ ആ ഒരു കളി ഉണ്ടല്ലോ, വേറെ ലെവലാക്കി കളഞ്ഞ. പിന്നെ ശർമ്മയും കൂടെ ഒന്ന് ഫോം ആയാലും നല്ലതായിരിക്കും. അടുത്ത ടീം എന്ന് പറഞ്ഞത് ന്യൂസിലാൻഡാണ്. അറിയാലോ, ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഒരു T20 സീരീസ് കഴിഞ്ഞതേ ഉള്ളൂ ഈ അടുത്ത സമയത്ത്. അത് അവന്മാരാണെന്ന് തോന്നുന്നു കൊണ്ടുപോകാൻ അങ്ങോട്ട് ചെയ്തത്. ഇന്ത്യക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് കൂടുതലാണ് സത്യം പറഞ്ഞാൽ. കാരണം അവരുടെ ഓപ്പണിങ് ഭയങ്കര പ്രശ്നമാണ്. ഓപ്പണിങ് സത്യം പറഞ്ഞാൽ അവന്മാർ ഒതുക്കിയില്ലെങ്കിൽ നമ്മൾ വലിച്ചിരിക്കും. ഉള്ള കാര്യം പറയാമല്ലോ, വലിച്ചു തന്നെ ഇരിക്കും. പിന്നെ ഫീൽഡിങ്ങും ഓക്കെ, ഫീൽഡിംഗ് ഒക്കെ ഓക്കെയാണ് ഇന്ത്യയുടെ. പക്ഷേ ബോളിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഒരു ചേഞ്ച് വന്നില്ലെങ്കിൽ ഇന്ത്യക്ക് നല്ല രീതിയിൽ പെടും. ബൂംറ, ഈ പറയുന്ന അർഷദീപും മാത്രം കൊള്ളാം. പിന്നെ വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ ദുബൈയെ കൊണ്ട് 1-2 ഓവറൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കാം. അത് ഈ പറയുന്ന 13ാമത്തെ ഓവറോ 12ാമത്തെ ഓവറൊക്കെ ചെയ്യിപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം കണക്കാം. വരുൺ ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോൾ കണ്ടോ ഫോം ഔട്ട് ആവും. അത് കഴിഞ്ഞിട്ട് IPL വന്നിട്ട് ഒരു 5-6 വിക്കറ്റൊക്കെ എടുത്തിട്ട് പുള്ളി തിരിച്ചു വരും. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാലും ഇന്നത്തെ കളി ജീവിതത്തിൽ ആർക്കും മറക്കാൻ പറ്റത്തില്ല. മാൻ ഓഫ് ദി മാച്ച് അവാർഡ് കിട്ടിയത് അത് ബുംറയ്ക്ക് കൊടുക്കണമെന്നാണ് ഈ പറഞ്ഞ സഞ്ജു പറയുകയും ചെയ്തത്. ബൗളിംഗിലേക്ക് വന്നപ്പോൾ സമീപകാലത്ത് ഇന്ത്യക്ക് വലിയ വിജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഇന്ത്യയുടെ ബൗളിംഗ് യൂണിറ്റ് ഈ മത്സരത്തിൽ തീർത്തും നിറമങ്ങുന്ന കാഴ്ച കണ്ടു. ജസ്പ്രീത് ബുംറ ഒഴികെ മറ്റാർക്കും തന്നെ ബൗളിംഗ് നിരയിൽ എടുത്തു പറയാനുള്ള ഒരു സ്റ്റാറ്റ്സ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യയുടെ നമ്പർ 1 ബൗളർ, അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിലെ 1ാം നമ്പർ ബൗളർ ആയിട്ടുള്ള വരുൺ ചക്രവർത്തിക്ക് പാടെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് ഈ മത്സരത്തിൽ കണ്ടത്. 4 ഓവറിൽ 61 റൺസാണ് 64 റൺസാണ് വരുൺ ചക്രവർത്തി വിട്ടുകൊടുത്തത്. ഈ ഇന്ത്യൻ ബൗളേഴ്സിൽ 10 റൺസിൽ ശരാശരി താഴെയുള്ളത് 2 പേർക്കാണ്, ജസ്പ്രീത് ബുംറയും ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ 9.5 നോക്കണം. ഹാർദിക് പാണ്ഡ്യ കൊടുത്ത് നല്ല രീതി വിക്കറ്റും കാര്യങ്ങളും ഒക്കെ, എന്താ പറയുക, അടിയും കാര്യങ്ങളും കൊടുത്തെങ്കിൽ പുള്ളി ഒരു വിക്കറ്റ് കണ്ടിടുവാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റൺഔട്ട് ഉണ്ടായിരുന്നു. റൺഔട്ട് അടിപൊളിയായിരുന്നു.
റണ്ണൗട്ട്. പക്ഷെ അതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവൻ നിന്നാലും അവനെ കൊണ്ട് അടുപ്പിച്ച് ജയിപ്പിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. കാരണം അവസാനത്തെ ഈ പറയുന്ന ഹർദിക്കിനെ പോട്ടെ ഹർഷദീപിൻ്റെയും ബുംറയും കൂടെ ഓവർ ആയപ്പോഴത്തേക്ക് ഏകദേശം ഇന്ത്യ ജയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അവസാനം അവൻ ആർച്ചറിലേക്ക് കിട്ടിയാൽ ആ ദുബൈ എടുത്തിട്ട് പൊട്ടിക്കുന്നു 100% എനിക്ക് ഉറപ്പായിരുന്നു. ആ 3 ബോൾ അനുസരിച്ചായിരുന്നു. ഓക്കെ, എനിവേ എന്തായാലും ഇന്ത്യ ഫൈനലിൽ കയറിയിട്ടുണ്ട്. ഫൈനലില്ല, ഭയങ്കര കോമ്പറ്റീഷൻ. ഒരു 60% ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ന്യൂസിലാൻഡിനാണ് മുൻതൂക്കം. ഇനി എന്തൊക്കെയാണെന്ന് വെച്ചാൽ കണ്ടറിയാൻ പറ്റും. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? കളി എത്ര സിമ്പിളായിരുന്നോ?